നമസ്കാരം. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിനിടെ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്താകുന്ന അവസ്ഥയുണ്ടായി. പലരും ഞെട്ടലോടെയാണ് ഇത് കണ്ടത്. 188 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റ് ചെയ്യുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത്. 19 പന്തിൽ 31 റൺസ് നേടി മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു സഞ്ജു സാംസൺ. യശസ്വി ജയ്സ്വാളിനൊപ്പം സഞ്ജു മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കി വരികയായിരുന്നു. ഇതിനിടെയായിരുന്നു പരിക്ക് കനത്ത തിരിച്ചടിയായി എത്തിയത്. ഹോം ടീം ബോളർമാർ ഇരുവരെയും നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു, അതായത് ജയ്സ്വാളിനെയും സഞ്ജുവിനെയും. ഇന്നിംഗ്സിൽ 6-ാം ഓവറിലാണ് സഞ്ജുവിന് ഇത്തരത്തിൽ പരിക്കേറ്റത്. വിപ്രശ് നിഗമിറങ്ങിയ ഈ ഓവറിലെ ആദ്യ 2 പന്തുകളിൽ ഒരു സിക്സറും ഒരു ഫോറും സഞ്ജു നേടിയിരുന്നു. വിപ്രശ് നിഗത്തിന്റെ 3-ാം പന്ത് നോബോളായിരുന്നു. വേഗതയേറിയ ഗുഗ്ലി സഞ്ജുവിനെ കബളിപ്പിച്ചു. ബാറ്റ് വീശുന്നതിനിടെ വാരിയലിനായിരുന്നു സഞ്ജുവിന് വേദന അനുഭവപ്പെട്ടത്. തുടർന്ന് പരിശോധിക്കാൻ വൈദ്യസംഘം എത്തി. ഇന്നിംഗ്സ് തുടരാൻ ശ്രമിച്ച സഞ്ജുവിന് അടുത്ത ഫ്രീ ഹിറ്റ് ബോൾ ലോങ് ഓഫിലേക്ക് അടിച്ചെങ്കിലും വേദന കാരണം ഓടാൻ സാധിച്ചില്ല. തുടർന്ന് റിട്ടേർഡ് ഹേർട്ടായി പുറത്തു പോവുകയായിരുന്നു. പന്ത് ദേഹത്ത് തട്ടാത്തതിനാൽ സഞ്ജുവിന്റെ പരിക്ക് വലിയ പ്രശ്നമില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റിട്ടേർഡ് ഹേർട്ടായി പ്രഖ്യാപിച്ചതിനാൽ ഏത് വിക്കറ്റ് വീണാലും ആവശ്യമുള്ള സമയത്ത് ബാറ്റിംഗിലേക്ക് സഞ്ജുവിന് തിരിച്ചെത്താൻ കഴിയും എന്നതാണ് നിയമം. അതുകൊണ്ട് തന്നെ എന്താണ് റിട്ടേർഡ് ഹേർട്ടും റിട്ടേർഡ് ഔട്ടും തമ്മിലുള്ള വ്യത്യാസം? റിട്ടേർഡ് ഔട്ട് ഈ ഒരു IPL-ലൂടെ കുറച്ചുകൂടി സജീവമായി കേൾക്കുന്ന ഒന്നാണ്. എന്തായാലും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിട്ടേർഡ് ഹേർട്ട് ഏത് വിക്കറ്റ് വീണാലും ആവശ്യമുള്ള സമയത്ത് ബാറ്റിംഗിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. മെഡിക്കൽ പ്രശ്നം കാരണം പുറത്താകുമ്പോഴാണ് ഇത് അനുവദിക്കുക. ഇത് സ്ഥിരീകരിക്കാനുള്ള അധികാരം മാച്ച് ഒഫീഷ്യൽസിനാണ് ഉള്ളത്. എന്നാൽ റിട്ടേർഡ് ഔട്ടായാൽ ബാറ്റിംഗിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല. തന്ത്രപരമായ കാരണങ്ങളാൽ ബാറ്റർ ഔട്ടാകാതെ തന്നെ പുറത്തു പോകുന്നതാണ് ഇത്. ഈ സീസണിൽ തിലക് വർമ്മ, ഡെവോൺ കോൺവേ എന്നിവരെ ടീം ബാറ്റിംഗിനിടെ ഇങ്ങനെ തിരിച്ചു വിളിച്ചിരുന്നു. ഇത് റിട്ടേർഡ് ഔട്ടായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വിജയത്തിന് ആവശ്യമായ റൺ റേറ്റ് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴായിരുന്നു ഇത്. സാഹചര്യത്തിന് കൂടുതൽ അനുയോജ്യനായ മറ്റൊരു ബാറ്ററെ ക്രീസിലേക്ക് അയക്കാൻ റിട്ടേർഡ് ഔട്ട് നിയമത്തിലൂടെ ടീം ഉപയോഗിക്കാറുണ്ട്. ജയ്സ്വാളും സഞ്ജുവും മികച്ച തുടക്കമിട്ടെങ്കിലും റോയൽസിന് നേരിയ മാർജിനിൽ വിജയം നഷ്ടമാവുകയായിരുന്നു. സഞ്ജു നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റ് ബാറ്റർമാർക്ക് ഇത്രയും സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മാത്രമല്ല സഞ്ജു ഫോമിൽ നിൽക്കുക ഒരു അർദ്ധ സെഞ്ചുറിയെങ്കിലും മിനിമം നേടുമെന്ന് ഉറപ്പുമായിരുന്നു. എന്തായാലും സഞ്ജു മുന്നേറുന്ന ഒരവസ്ഥയിൽ നിൽക്കെയാണ് പരിക്ക് സഞ്ജുവിനും അതുപോലെ ടീമിനും വില്ലനായി എത്തിയത്. ഡൽഹി 20 ഓവറിൽ നേടിയ 5-ന് 188 റൺസിന് മറുപടിയായി റോയൽസ് 20 ഓവറിൽ 4-ന് 188 റൺസിൽ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. മത്സരം ടൈയായതോടെ സൂപ്പർ ഓവർ പോലും വേണ്ടി വന്നു. മിച്ചൽ സ്റ്റാർക്ക് ഇറങ്ങിയ സൂപ്പർ ഓവറിൽ റോയൽസ് 11 റൺസ് എടുത്തപ്പോൾ 2 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി ക്യാപിറ്റൽസ് വിജയം മറികടക്കുകയായിരുന്നു. സന്ദീപ് ശർമ്മ ഇറങ്ങിയ 4-ാം പന്ത് സിക്സറിന് തൂക്കി ട്രിസ്റ്റൻ സ്റ്റബ്സ ഡൽഹിക്ക് സീസണിലെ 5-ാം ജയം ഒരുക്കുകയായിരുന്നു. എന്തായാലും പരിക്ക് വില്ലനായി എത്തി സഞ്ജു കൂടാരം കയറിയതോടെ തന്നെ രാജസ്ഥാൻ തോൽവിയിലേക്ക് നീങ്ങുകയുമായിരുന്നു.